Welcome to anakha'scoffeecorner. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വന്നിട്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ആർട്ട് വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണ്, എല്ലാം വീട്ടിനുള്ളിൽ തന്നെയാണല്ലോ. സോ നമ്മളിന്ന് നമ്മുടെ ഒരു ഓൾഡ് പ്ലേറ്റ്, അതായത് യൂസ് ഇല്ലാത്തൊരു പഴയ പ്ലേറ്റിന് എങ്ങനെ നമുക്കൊരു വാൾ ഡെക്കറായിട്ട് കൺവേർട്ട് ചെയ്യാം, നോർമൽ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. സോ നമ്മൾ മണ്ഡല ആർട്ടാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ടൂൾസ് ഉണ്ട് ആക്ച്വലി. പക്ഷെ ആ ടൂൾസ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നോർമലി ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ അത് ചെയ്യാം, അതായത് നോർമൽ പെൻസിൽ, എന്തെങ്കിലും ബോട്ടിൽസിൻ്റെ ക്യാപ്പ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ അതൊരു നല്ലൊരു വാൾ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു 3-4 പ്ലേറ്റൊക്കെ അതേപോലെ വേറെ വേറെ സൈസിൽ ചെയ്ത് വെച്ചു പറഞ്ഞാൽ ഒരു സിംഗിൾ വാളിന് വേണ്ട ഒരു ഡെക്കറായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതൊന്നും ആരും മറക്കരുത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അധിക സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വ്യൂവേഴ്സ്, അപ്പം നമ്മൾ ആ പ്ലേറ്റിനെ എന്തൊക്കെ വെച്ചിട്ടാണ് ഈ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ തിങ് ലാക്ടോകാലമൈൻ്റെ ഈ മൂടി. ഓക്കെ, ദിസ് ഹാവ് യൂസ്ഡ്. പിന്നെ ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ മൂടി, ദിസ് ഓൾസോ ഹാവ് യൂസ്ഡ്. പിന്നെ നമ്മുടെ നോർമൽ മാർക്കർ അല്ലേ, മാർക്കറിൻ്റെ എറേസർ, ഈ പാർട്ട് ഫോക്കസ് ആവണില്ല. മാർക്കറിൻ്റെ ഈ എറേസർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ടൂത്ത് പിക്ക്, പിന്നെ പെൻസിലിൻ്റെ ബാക്ക്, ആൻഡ് ദെൻ ഈ സാധനമല്ലേ ചോപ്സ്റ്റിക്ക് പോലെ, അതിൻ്റെ ബാക്ക്, പിന്നെ നമ്മുടെ നോർമൽ മണ്ഡല സ്റ്റിക്സ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പെയിൻറ്റിങ് ഫുൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വീട്ടിലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ മണ്ഡല സ്റ്റിക്സിന് ഈക്വലൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ടൂത്ത് പിക്കും, പിന്നെ യു ക്യാൻ ഓൾസോ യൂസ് ബഡ്സിൻ്റെ എൻഡിലൊന്ന് ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെൻസിൽ പോലെ, പെൻസിലിൻ്റെ ഷേപ്പ് ഇതേ ഷേപ്പിൽ തന്നെ സൈസിൽ തന്നെയാണ് ബഡ്സിൻ്റെയും വരിക. അപ്പോൾ ഞാൻ പെൻസിൽ യൂസ് ചെയ്തു. സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഈ പ്ലേറ്റിനെ റീയൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് വീഡിയോയിൽ കാണാം. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഫോർ മോർ DIY ആൻഡ് കുക്കിംഗ് വീഡിയോസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ സ്പ്രെഡ് ചെയ്യുക, സോ ദാറ്റ് വി ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ അവർ സർഫേസ്. അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ആസ് ഐ ടോൾഡ് യു, ലൈക്ക് മൈക്രോവേവിൽ വെച്ചിങ്ങനെ പൊങ്ങിപ്പോയൊരു ഫൈബറിൻ്റെ പ്ലേറ്റാണിത്. സോ പിന്നെ ഇതിൽ കുറേ സ്ക്രാച്ചസും ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇതിനി കഴിക്കാൻ സേഫ് അല്ല. സോ ഐ തോട്ട് ഐ വിൽ ഡൂ സംതിങ് വിത്ത് ദിസ് പ്ലേറ്റ്. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഐ വിൽ പെയിൻറ്റ് ദിസ് ഫുള്ളി വിത്ത് ബ്ലാക്ക്. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റാണ്, ബ്ലാക്ക് കളർ ഷെയ്ഡാണ്. സോ ഇതുകൊണ്ട് ഞാൻ ഫെബർ-കാസ്റ്റലിൻ്റെ 12 നമ്പർ ബ്രഷ് ഇതാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് ഫുള്ള് ഞാൻ ബ്ലാക്കിൽ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്.
ഞാൻ ഈ പെൻസിലിൻ്റെ ഈ ബാക്ക് വെച്ചിട്ടാണ് ഈ ഓറഞ്ച് ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ലാക്ടോ കാലമൈൻ്റെ ഈ മൂടി വെച്ചിട്ടാണ് ഈ യെല്ലോ ഡോട്ട്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സോ ഇത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. ഈ നോർമൽ ചോപ്സ്റ്റിക്ക് പോലത്തെ സാധനം ഉണ്ടാവില്ലേ, അതാണിത്. നമ്മൾ തന്തൂരിക്കൊക്കെ യൂസ് ചെയ്യണത്. സോ അതിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത ലെവൽ നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പം അടുത്തതോ ഈ സാധനത്തിൻ്റെ ബാക്കാണ് ഞാൻ എടുക്കാൻ പോണത്. അതിലിപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. വ്യൂവേഴ്സ്, ഫൈനലി ഇതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പെയിൻറ്റ് ചെയ്തത്. ഈ ഓറഞ്ച് കളർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. സോ അതേ സെയിം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബാക്കി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ബ്രൗൺ കളർ ആൻഡ് ഈ യെല്ലോ കളർ പെൻസിൽ വെച്ച് ചെയ്തു. ആൻഡ് ഈ റെഡ് കളർ ആൻഡ് വൈറ്റ് കളർ ഞാൻ ടൂത്ത് പിക്ക്, ബ്രൗണും യെല്ലോവും പെൻസിലിൻ്റെ ഈ പാർട്ട് വെച്ചിട്ടാണ് ചെയ്തത്. ആൻഡ് ബാക്കി ആ വൈറ്റും റെഡും ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, സോ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെയൊക്കെ വീട്ടിലിങ്ങനെ യൂസ് ചെയ്യാത്ത കുറേ പഴയ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ എല്ലാവരും ഇങ്ങനെ റീയൂസ് ചെയ്ത് നമുക്കത് വാൾ ഡെക്കറായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കറായിട്ടും അല്ലെങ്കിൽ കിച്ചൺ ഡെക്കറായിട്ടും ഒക്കെ നമുക്ക് വെക്കാം. ബാക്കിലൊരു ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിത് വാൾ ഹാങ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ആൻഡ് കമൻറ്റ് ചെയ്യൂ ഇഫ് യു ലൈക്ക് ദിസ് ആൻഡ് ഇഫ് യു ട്രൈ ദിസ് ആൻഡ് അതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഫോട്ടോ ഷെയർ ചെയ്യൂ. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ അത് ഷെയർ ചെയ്യാം ഉറപ്പായിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം മീ.